വെൽക്കം ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടോ? വിൻഡോസ്, ആൻഡ്രോയിഡ്, മാക് എല്ലാം തമ്മിൽ എളുപ്പത്തിൽ എങ്ങനെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫീം എന്ന ആപ്പിനെ കുറിച്ചാണ്. എൻ്റെ പേര് സെയിൻ. വെൽക്കം ടു ക്ലൗഡ് മലയാളി. അപ്പോൾ ആദ്യം നമുക്ക് ഗൂഗിളിൽ ഫീം എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ താഴെ പോകുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ കാണും. ഇത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം പല പ്ലാറ്റ്ഫോമിലും ഫീം അവൈലബിൾ ആണ്. നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് മാക്കാണ്. അതുകൊണ്ട് മാക്കിനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പോകുന്നത് മാക് ആപ്പ് സ്റ്റോറിലേക്കാണ്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ആണ് വരേണ്ടത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഓപ്പൺ ബട്ടൺ കാണാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പെർമിഷൻ ചോദിക്കും. ലൊക്കേഷൻ, മീഡിയ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ്. തീം എന്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ലൈറ്റ് തീം സെലക്ട് ചെയ്യുന്നു. പിന്നെ പെർമിഷൻ്റെ സ്ക്രീൻ വീണ്ടും വന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ലൊക്കേഷൻ സർവീസ് നമുക്ക് ഗ്രാൻഡ് കൊടുക്കാം. അലോ വൺസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫീമിൻ്റെ ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, മീഡിയക്ക് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതും അലോ ചെയ്യാം. ഓക്കെ, ഇനി ഒരു പെർമിഷൻ ചോദിക്കില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് കാണാം നമ്മളെ വൈഫൈൻ്റെ പേര് കാണാം ഇവിടെ. ആ സെയിം വൈഫൈൻ്റെ പേരാണ് നമ്മളെ മാക്കിലും കാണിക്കുന്നത്. അതേപോലെ നമുക്ക് കണക്റ്റഡ് ഡിവൈസും കാണാൻ പറ്റും. 2 ഐഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഒരു മാക്കും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ മാക്കിലേക്ക് ഒരു ഫയൽ സെൻഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ നമ്പർ നോട്ട് ചെയ്ത പോലെ ഇവിടെ 86630 കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു അറ്റാച്ച് ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോസ് ആപ്പിൽ നിന്നാണോ അല്ല ഫയൽസ് ആപ്പിൽ നിന്നാണോ ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഫയൽ ആപ്പിൽ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഡൗൺലോഡ്സിൽ പോയി ഒരു ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഫയൽ സെലക്ട് ചെയ്ത് ഇവിടെ ഈ ഫയൽ കാണാം. തിരിച്ച് ഇവിടെ മാക്കിൽ വന്നാൽ എൻ്റെ ഡിവൈസ്, അതായത് ഐഫോൺ, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കാണാം ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അയച്ച ആ സെയിം സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായിരിക്കും നമ്മളുടെ അടുത്ത പ്രചോദനം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് സെയിൻ ഫ്രം ക്ലൗഡ് മലയാളി സൈനിങ് ഓഫ്.